സലാലയിലെ അപൂർവമായ ചില സ്ഥലങ്ങളിലേക്ക് ഇന്ന് നമ്മൾ നടത്തുന്ന യാത്രയോടെ നമ്മുടെ സലാല സീരീസിലെ അവസാനത്തെ എപ്പിസോഡും ഇവിടെ പൂർണ്ണമാവുകയാണ്. വ്യത്യസ്തമായ ഭൂപ്രകൃതികളും അത്ഭുതകരമായ ചില കാഴ്ചകളും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഗൾഫിലെ കേരളം എന്ന് പലരും വിളിക്കുന്ന സലാല. അതിൽ തന്നെ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന കിഴക്കൻ സലാല. ഈ സലാല സീരീസിന്റെ മുഴുവൻ ഭാഗങ്ങളും കാണാൻ താല്പര്യമുള്ളവർക്കായി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മിക്ക ആളുകളും സലാലയിൽ കേട്ടിട്ടുള്ള ഒന്നാകും നിർത്തിയിട്ടിരിക്കുന്ന ബസ്സുകൾ പോലും സ്വയം കയറ്റം കയറി പോകുന്ന ആന്റി ഗ്രാവിറ്റി പോയിന്റ്. മിർബാത്തിലേക്കുള്ള യാത്രക്കിടയിലാണ് ഈ അപൂർവമായ പ്രതിഭാസം കാണാൻ കഴിയുന്നത്. നമ്മുടെ വാഹനം ന്യൂട്രലിലിട്ട് ഇവിടെ പാർക്ക് ചെയ്താൽ അത് തനിയെ ഈ റോഡിലൂടെ മുകളിലേക്ക് ഉരുണ്ട് കയറുന്നതായി ഇവിടെ കാണാം. നമ്മുടെ കാറും ഇപ്പോൾ ന്യൂട്രലാണ്, പതിയെ അത് കയറ്റം കയറി പോവുകയാണ്. ഗുരുത്വാകർഷണം ശരിക്കും ഇല്ലാതാവുകയാണെങ്കിൽ വസ്തുക്കൾ വായുവിൽ ഒഴുകി നടക്കേണ്ടതല്ലേ? എന്നാൽ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പോൾ ആന്റി ഗ്രാവിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഗുരുത്വാകർഷണം ഇല്ലാത്തതല്ല. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ചുറ്റുമുള്ള ഭൂപ്രകൃതി നമ്മുടെ കണ്ണുകളിൽ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ഉണ്ടാക്കുന്നു എന്നതാണ്. അതായത് നേരിയ ഒരു ഇറക്കമുള്ള റോഡിനെ കുന്നിന് മുകളിലേക്കുള്ളൊരു കയറ്റമായി നമ്മുടെ കണ്ണുകൾക്ക് ഇവിടെ തോന്നിപ്പിക്കുകയാണ്. അങ്ങനെയാണ് പറയുന്നത്. വളരെ ചെറിയൊരു മേഖലയിൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കുന്നുള്ളൂ. പക്ഷേ സത്യം പറയാമല്ലോ, ഇവിടെ വരുന്ന ആർക്കും ഇതൊരു ഇറക്കമുള്ള റോഡാണെന്ന് സമ്മതിക്കാനേ പറ്റില്ല. ശരിക്കും കുത്തനെയുള്ളൊരു കയറ്റമായി തന്നെയാണ് തോന്നുന്നത്. 45 പേരിടിക്കുന്ന വലിയ ബസ് പോലും ഇവിടെ പരീക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ വരുന്ന ആരും സ്വന്തം വാഹനം ഇവിടെ ഓടിച്ചു പരീക്ഷിക്കാതെ തിരികെ പോകാറില്ല. തികച്ചും രസകരവും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പോകുന്നതുമായ ഒരു നല്ല അനുഭവം തന്നെയാണ് ഈ ആന്റി ഗ്രാവിറ്റി പോയിന്റ് നമുക്ക് നൽകുന്നത്. ഈ ആന്റി ഗ്രാവിറ്റി പോയിന്റിന് മേലേക്കുള്ള റോഡിൽ തന്നെയാണ് ഒമാനിലെ തന്നെ ഏറ്റവും അപൂർവമായ മറ്റൊരു കാഴ്ച നമ്മളെ കാത്തിരിക്കുന്നത്. മിർബാത്തിലെ ആയിരക്കണക്കിന് വർഷം പ്രായമുള്ള ബോബോവ് മരങ്ങൾ. ഇങ്ങോട്ടേക്കുള്ള ഡ്രൈവ് തന്നെ മനോഹരമാണ്. മാത്രമല്ല വഴി കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്. ബോബോ മരങ്ങൾ പൊതുവെ ആഫ്രിക്ക, മഡഗാസ്കർ, ഓസ്ട്രേലിയയിലെ ചില ഭാഗങ്ങൾ എന്നീ പ്രദേശങ്ങളിൽ മാത്രം കാണുന്നവയാണ്. അതുകൊണ്ട് ഈ മരങ്ങളെ ഇവിടെ ഒമാനിൽ കാണുന്നത് തന്നെ ഒരു അതിശയമാണ്. ആഫ്രിക്കയിൽ മാത്രം കാണുന്ന ഈ അപൂർവ മരങ്ങൾ എങ്ങനെയായിരിക്കും ഒമാനിൽ എത്തിച്ചേർന്നത്? പുരാതനമായ സമുദ്ര വാണിജ്യ ബന്ധങ്ങളിലൂടെ ആയിരിക്കണം ഇവ ഇവിടെ എത്തിച്ചേർന്നത്. അതിനാണ് കൂടുതൽ സാധ്യത. ഒമാന് നൂറ്റാണ്ടുകളായി കിഴക്കൻ ആഫ്രിക്കയുമായും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയുമായും ശക്തമായ കടൽമാർഗമുള്ള വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു. അങ്ങനെ വ്യാപാരികൾ വഴിയോ അല്ലെങ്കിൽ ഇവിടെ വന്ന് താമസം ഉറപ്പിച്ചവർ വഴിയോ ഇതിന്റെ വിത്തുകൾ ഇവിടെ എത്തിയതാകാം. ദോഫാറിലെ പ്രത്യേകതരം ഖരീഫ് കാലാവസ്ഥയാവാം ഇവയെ ഇവിടെ നിലനിർത്തിയത്. ചുവട് ഭാഗം തടിച്ചു വീർത്തതും വേരുകൾ ആകാശത്തേക്ക് നിൽക്കുന്നത് പോലെയുള്ള ശാഖകളുടെ ഘടനയും കാരണം ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ വ്യത്യസ്ത മരങ്ങളെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാം. നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ ആദ്യം കാണുന്ന ഈ മരങ്ങൾ മാത്രം കണ്ട് മടങ്ങരുത്. ഈ ബോബോ മരങ്ങൾക്കിടയിലൂടെ 1 കിലോമീറ്ററിലധികം മാത്രം നീളമുള്ള ഈ ചെറിയ വഴിയിലൂടെ ഉള്ളിലേക്ക് നടന്നു കയറിയാൽ ബോബാബിന്റെ മുത്തശ്ശി മരത്തെ കൂടി കാണാം. പ്രായമായ ബോബോ മരങ്ങളെ സംരക്ഷിച്ചു നിർത്താൻ അതിന്റെ താഴെയുള്ള ഭാഗത്ത് എന്തൊക്കെയോ മരുന്നുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പോകുന്ന യാത്രയിൽ വീണ് ദ്രവിച്ചുപോയ ചില ബോബോ മരങ്ങളുടെ ശാഖകളും കാണുന്നുണ്ട്. In Balkot is bigger. Only in Salalah and Yemen and Australia, Africa, this tree. This is a rare tree, and you have some like this. Fruit is coming, no? Fruit. Yeah, you have some like this fruits. But part time will get. Have, but this tree is not good. Yeah. But there fruit is there. I think maybe another one, the bigger one in Balkot. Yeah. Al-Qud. Yeah, in Balkot. Al-Qud there. Yeah, near Yemen. Near Yemen. ദോഫാറിലെ തന്നെ ഏറ്റവും പഴയ ബോബോ വൃക്ഷം ഒമാൻ യമൻ ബോർഡറിലെ ദൽകുത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല. So it's like one of the oldest tree here. So the people like they say it's over than 1,000 years. They say it's over than 1,000 years. And in Africa and Sudan they call it the tree of the life.
Tree of the The life. tree of the life. Okay. Why? Ah. Because in the dry time they can drink a water from the tree. Yeah. See, the tree it have a resource of saving the water. It can save at least 120,000 liter. Liter in one tree. Yes, in one tree. Okay. So they put a hole inside there and they can get the water from there, and that water they call it asir. Asir in Arabic it's called juice. Juice. ആഫ്രിക്കയിലും സുഡാനിലും ഈ മരത്തെ ജീവന്റെ വൃക്ഷം എന്നാണ് വിളിക്കുന്നത്, ട്രീ ഓഫ് ലൈഫ്. കഠിനമായ വേനൽക്കാലത്ത് ഈ മരങ്ങൾ മനുഷ്യർക്ക് ദാഹജലം നൽകുന്നു എന്നതാണ് ഇതിന് കാരണം. ഒരു വലിയ മരത്തിന് ഏകദേശം 1,20,000 ലിറ്റർ വെള്ളം വരെ അതിൻ്റെ ഈ തടിയിൽ സംഭരിച്ചു വെക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. മരത്തിന്റെ വശങ്ങളിലെ പൊത്തുകളിൽ നിന്നെടുക്കുന്ന ഈ തെളിനീര് അതാത് പ്രദേശവാസികൾ വേനൽക്കാലത്ത് കുടിക്കാൻ ഉപയോഗിക്കാറുണ്ട്. It have a fruit, but now is not the season for it. That fruit is full of vitamin C. That Okay. fruit here we don't use it that much, but in Africa and also in Dubai But in they first tree I saw some fruits yes, are there. this one doesn't have. Ah, this one. That's one they have. Okay. So in Africa and especially even as now we start in Dubai, they make it like a juice, a bobao juice. Baba juice. It's called a bobao juice. So they start to do it. It's full of vitamin C, but it's a little bit salty, so most of the people they don't like it. The taste are not like. Yeah, and really strong. Those kind of trees it can live from 2,000 until 5,000 years. Yes, they can live longer time. This is 1,000 minimum. They say ഇപ്പോൾ it's ഈ like മരങ്ങളിൽ almost like പഴങ്ങൾ 1,000. കാണാത്തത് അതിന്റെ സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കണം. സൗത്ത് ആഫ്രിക്കയിലും ദുബായിലുമൊക്കെ ഇപ്പോൾ ബോബോവിന്റെ ജ്യൂസ് നിർമ്മിക്കുന്നുണ്ട്. വിറ്റാമിൻ സി ധാരാളം ഉണ്ടെങ്കിലും ഇതിന് നേരിയ ഉപ്പുരസവും ചുവപ്പും ഉള്ളതുകൊണ്ട് പലർക്കും ഇതിന്റെ രുചി അത്ര ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഭയങ്കര ഹെൽത്തി ഡ്രിങ്ക് ആണ്. But until now we don't know true. So in this place, so those kind of trees, it's cutting because I think of the birds who's traveling. So when they are making a shit or when they are dying, so it's gonna be in this area. So we have like at least couple of them here, and we have the oldest one. It's in one place. It's next to the border between Yemen and Oman in Dalkut. That's Al-Qut, the oldest one, Oldest one. and it's only one there. Only one is there. Only one is there. ദേശാടന പക്ഷികൾ വഴി എത്തിയ വിത്തുകളാകാം ഈ പ്രദേശത്ത് ബോബോ മരങ്ങൾ വളരാൻ കാരണമായെന്നാണ് ചിലർ പറയുന്നത്. സാധാരണയായി 2000 മുതൽ 5000 വർഷം വരെ ആയുസ്സുള്ളവയാണ് ബോബോ മരങ്ങൾ. ഇവിടെയുള്ള മരങ്ങൾക്ക് ഏകദേശം 1000-ലധികം വർഷം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. മരുഭൂമി എന്നറിയപ്പെടുന്ന അറബ് രാജ്യത്ത് ഈ മരം എങ്ങനെ എത്തിയെന്നത് അത്ഭുതം തന്നെ. നമ്മൾ അടുത്തായി പോകുന്നത് തക്ക കാസിലേക്കാണ്. 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ കോട്ട ഒരു കാലത്ത് ഇവിടുത്തെ അധികാരിയായ ഇമാമിന്റെ സ്വകാര്യ വസതിയും ഒപ്പം തന്നെ ഈ പ്രദേശത്തിന്റെ ഭരണ കേന്ദ്രവുമായിരുന്നു. പ്രതിരോധത്തിനായി നിർമ്മിച്ച കട്ടിയുള്ള മതിലുകളും നിരീക്ഷണ ഗോപുരങ്ങളും പരമ്പരാഗത ഒമാനി വാസ്തുവിദ്യയും ഒത്തുചേരുന്ന ഈ കോട്ട പഴയകാല ദോഫാറിലെ ജനജീവിതത്തിലേക്കും സംസ്കാരത്തിലേക്കും വിരൽ ചൂണ്ടുന്ന ഒന്നാണ്. അക്കാലത്തെ ആളുകളുടെ ജീവിത രീതികളെ പ്രതിഫലിപ്പിക്കുന്ന പഴയകാല മുറികളും വീട്ടുപകരണങ്ങളും ചരിത്രപരമായ മറ്റ് ശേഷിപ്പുകളും ഈ കോട്ടയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും. കോട്ടയ്ക്ക് പിന്നിലായി പടികൾ കയറി മേലേക്ക് പോകുമ്പോൾ കടലിന്റെയും കോട്ടയുടെയും ഒരുപോലെ മനോഹരമായ കാഴ്ച സമ്മാനിക്കുന്ന ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. പാറകൾ ചൂടാക്കി അതിന്റെ മേലെ വെച്ച് ഇറച്ചി വേവിച്ചെടുക്കുന്ന സലാലയുടെ പരമ്പരാഗത പാചക രീതി ഇവിടുത്തെ ഏറ്റവും സവിശേഷമായ അനുഭവങ്ങളിലൊന്നാണ്. അത് ഭക്ഷണത്തിന് തികച്ചും വ്യത്യസ്തമായ രുചിയും ഗുണവും നൽകുന്നു. സലാലയിലെ കനലിൽ ചുട്ട ആട്ടിറച്ചി വളരെ ഫേമസ് ആണ്. മനോഹരമായ ഈ കാഴ്ച കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും കയറാൻ പറ്റിയ ഒരിടമാണ്. ഇനി തീരദേശ പാതയിലൂടെ മുന്നോട്ട് നീങ്ങി നമ്മൾ അടുത്തായി പോകുന്നത് മിർബാത്ത് സീ വ്യൂ പോയിന്റിലേക്കാണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ വണ്ടി വളരെ ശ്രദ്ധിച്ചു മാത്രം ഓടിക്കുക, കാരണം ഒട്ടകങ്ങൾ കൂട്ടമായി ഈ റോഡ് മുറിച്ചു കടക്കാറുണ്ട്.
ആദ്യമൊക്കെ അതിശയിപ്പിച്ച ഈ ഒട്ടകക്കൂട്ടങ്ങൾ ഇപ്പോൾ സലാലയിൽ ഒരു സ്ഥിരം കാഴ്ചയായിരിക്കുന്നു. പുറകിലായി തല ഉയർത്തി നിൽക്കുന്ന ജബൽ സംഹാനും മുന്നിൽ പരന്നു കിടക്കുന്ന അറബിക്കടലിന്റെ കാഴ്ചകളുമുള്ള ഈ സ്ഥലം യാത്രക്കിടയിൽ ഒന്നിരിക്കാനും പ്രത്യേകിച്ച് ഒരു ലഞ്ച് ബ്രേക്കിനോ അല്ലെങ്കിൽ ശാന്തമായൊരു വൈകുന്നേരം ചെലവഴിക്കാനോ പറ്റിയ മനോഹരമായൊരിടമാണ്. സന്ദർശകർക്കായി ഇരിക്കാനുള്ള സൗകര്യങ്ങളും കുട്ടികൾക്കായുള്ള കളിസ്ഥലവും മറ്റടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം ഒരുക്കിക്കൊണ്ട് കടൽ തീരത്തെ ഒരു ചെറിയ പാർക്കിന്റെ മാതൃകയിലാണ് ഈ വ്യൂ പോയിന്റ് നിർമ്മിച്ചിരിക്കുന്നത്. സന്ദർശകരെ ബഹുമാനിക്കുന്ന ഇത്തരം നിർമ്മാണങ്ങൾ ഇവിടുത്തെ ഗവൺമെന്റിന്റെ വിഷനാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മളിനി ഈ പ്രദേശത്തെ ഒളിഞ്ഞിരിക്കുന്ന ചില അത്ഭുതങ്ങൾ തേടിയാണ് യാത്ര ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് പക്ഷികളുടെ കിണർ എന്നറിയപ്പെടുന്ന താവി അത്തൈറാണ്. ഖാര പർവ്വതനിരകളിലെ ചുണ്ണാമ്പുകല്ല് പീഠഭൂമിയിൽ 200 മീറ്റർ അധികം ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഭീമാകാരമായ സിങ്ക് ഹോൾ ഈ മേഖലയിലെ തന്നെ ഏറ്റവും വലിയ സിങ്ക് ഹോളുകളിൽ ഒന്നാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി ജലത്തിന്റെ ഒഴുക്കും മണ്ണിടിച്ചിലും കാരണമാണ് പ്രകൃതിദത്തമായ ഈ ഗർത്തം ഇവിടെ രൂപപ്പെട്ടത്. ഉൽക്കവിനുണ്ടായ ഗർത്തമെന്ന് പറയുന്നവരുമുണ്ട്. ഇതിന്റെ കുത്തനെയുള്ള വശങ്ങളിൽ ധാരാളം പക്ഷികൾ കൂടുകൂട്ടി താമസിക്കുന്നത് കൊണ്ടാണ് ഇതിനെ പക്ഷികളുടെ കിണർ എന്ന പേര് വന്നത്. താഴേക്കുള്ള വലിയ ഗർത്തമായതുകൊണ്ട് അവിടെ മനുഷ്യന്റെ ശല്യവുമില്ല. ഇതിലെ ഗുഹകൾക്കിടയിലൂടെ കാറ്റ് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഭീതിപ്പെടുത്തുന്ന ചില പ്രതിധ്വനികൾ പണ്ട് ആത്മാക്കളുടെ നിലവിളികളാണെന്നാണ് ഇവിടുത്തെ ആളുകൾ വിശ്വസിച്ചിരുന്നത്. ഈ സിംഹോളിന്റെ ഭിത്തികളിൽ ഫോസിലുകളായി മാറിയ കടൽച്ചിപ്പികളും മറ്റ് സമുദ്രജീവികളുടെ അവശിഷ്ടങ്ങളും കാണാം. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശം മുഴുവൻ കടലിനടിയിലായിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണിത്. ഒമാൻ പൂർണ്ണമായും കടലിൽ നിന്ന് ഉയർന്നു വന്നൊരു ഭൂമി എന്നാണ് പറയപ്പെടുന്നത്. ചില പ്രത്യേക സീസണുകളിൽ ഇതിന്റെ ഉൾഭാഗത്ത് വെള്ളം വന്ന് നിറയാറുണ്ട്. ആ സമയത്ത് ഈ ഗർത്തത്തിന് തികച്ചും വ്യത്യസ്തമായ ഒരു രൂപമാണ് കൈവരുന്നത്. സന്ദർശകർക്ക് സുരക്ഷിതമായി ഈ ഭംഗി ആസ്വദിക്കാൻ ഒരു വ്യൂ പോയിന്റും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളുമായി വരുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. ഞങ്ങൾ പോയ സമയത്ത് ഇതിനടുത്തായി ഒരു പാമ്പിനെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ ഇടങ്ങളിൽ മാത്രം നിൽക്കുക. ഒരിക്കലും ഗർത്തത്തിന്റെ അരികിലേക്ക് പോകാതെ ശ്രദ്ധിക്കുക. നമ്മൾ അടുത്തതായി പോകുന്നത് തൈക്ക് ഗുഹയിലേക്കാണ്. അറേബ്യൻ ഉപദ്വീപിലെ തന്നെ ഏറ്റവും വലിയ ഗുഹാശൃംഖലകളിൽ ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. കനത്ത മഴയുണ്ടാകുന്ന സമയത്ത് ഈ സിംഹോളിന്റെ ചില ഭാഗങ്ങളിൽ വൻതോതിൽ വെള്ളമണ്ണ് നിറയാറുണ്ട്. ഇത് ആ സ്ഥലത്തിന്റെ രൂപം തന്നെ പൂർണ്ണമായി മാറ്റിക്കളയും. ഈ ഗുഹയുടെ അടിത്തട്ടിലേക്ക് എത്തിച്ചേരുക എന്നത് തികച്ചും പ്രയാസമേറിയതും കഠിനമായൊരു ട്രക്കിംഗ് ആവശ്യമായതുമാണ്. അതുകൊണ്ട് ഭൂരിഭാഗം സന്ദർശകരും മുകളിൽ നിന്ന് മാത്രമാണ് ഇതിന്റെ ഭംഗി ആസ്വദിക്കാറുള്ളത്. കുത്തനെയുള്ള മലനിരകൾക്കും പാറക്കെട്ടുകൾക്കും നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം കണ്ണഞ്ചെപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. സാഹസിക യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടമായിരിക്കും ഇത്. നമ്മുടെ ഈ യാത്രയിലെ അവസാനത്തെ ലക്ഷ്യസ്ഥാനം ജബൽ സംഹാനാണ്. യാത്രക്കിടയിൽ കാലാവസ്ഥ പെട്ടെന്ന് മാറുകയും മഞ്ഞും മൂടൽമഞ്ഞും വഴിയിലുടനീളം നിറയുകയും ചെയ്തു. റോഡരികിൽ ഒരുപാട് ഒട്ടകങ്ങളെയും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഖരീഫ് സീസണിൽ സലാലയിലെ ഏറ്റവും വലിയ എൻജോയ്മെന്റ് എന്നത് ഈ നൂൽ മഴയിലൂടെ പച്ചമലകൾക്കിടയിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുക എന്നതാണ്. പോകുന്ന വഴിയിൽ ഇഷ്ടം തോന്നിടത്ത് നിർത്തി കാറിലെ ഡിക്കിയിൽ കയറ്റി വെച്ചിരിക്കുന്ന കസേരയെടുത്ത് പുറത്തിട്ട് മഴയും നിറഞ്ഞ് കാഴ്ചകൾ കണ്ട് സുലൈമാനി കുടിച്ചിങ്ങിരിക്കുക. അതാണ് പൊതുവെ സലാലയിലെ സഞ്ചാരികളുടെ ഒരു രീതി. അറബിക്കടലിന്റെയും ചുറ്റുമുള്ള താഴ്വരകളുടെയും വിശാലമായ കാഴ്ചകൾക്ക് പേരുകേട്ട സ്ഥലമാണ് ജബൽ സംഹാൻ. എന്നാൽ നിർഭാഗ്യവശാൽ ഞങ്ങൾ പോയ ദിവസം അതിശക്തമായ മൂടൽമഞ്ഞായിരുന്നു അവിടെ. ഈ മൂടൽമഞ്ഞിനപ്പുറം ഒരു ഗ്രാമമുണ്ട്, കടലുണ്ട്, പക്ഷേ കാണാൻ കഴിയുന്നില്ല. ആകാശം തെളിഞ്ഞ ദിവസങ്ങളിൽ മലനിരകൾക്ക് താഴെയായി മേഘങ്ങൾ ഒഴുകി നടക്കുന്നത് ഇവിടെ കാണാം. നമ്മൾ ഷാർട്ട് വ്യൂ പോയിന്റിൽ അനുഭവിച്ച അതേ മനോഹരമായ കാഴ്ച അതിനേക്കാൾ വിശാലമായി ഇവിടെ ലഭിക്കും. ആ അനുഭവം നമ്മുടെ വെസ്റ്റ് സലാല എപ്പിസോഡിലുണ്ട്. നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട തവി അത്തൈർ സിങ്ക് ഹോൾ പോലും ഇവിടെ നിന്ന് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. കാഴ്ചകളെല്ലാം കനത്ത മൂടൽമഞ്ഞിന് പിന്നിൽ ഒളിച്ചിരിക്കുകയായിരുന്നെങ്കിലും ആ മഞ്ഞ് കണങ്ങൾക്കിടയിൽ മലഞ്ചെരുവുകളിൽ തിരിഞ്ഞു നിൽക്കുന്ന ചെറിയ കാട്ടുപൂക്കളുടെ വർണ്ണക്കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. തണുത്ത മലയോര കാറ്റും ശാന്തമായ അന്തരീക്ഷവും ഈ സ്ഥലത്തെ പ്രകൃതി സ്നേഹികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാക്കി മാറ്റുന്നുണ്ട്. എന്നിരുന്നാലും മലഞ്ചെരുവുകളുടെ അരികുകളിൽ നിൽക്കുമ്പോൾ സന്ദർശകർ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് കുട്ടികളുമായി യാത്ര ചെയ്യുന്ന കുടുംബങ്ങൾ. കാരണം പലയിടങ്ങളിലും ഇവിടെ സുരക്ഷാ വേലികളോ ബാരിക്കേഡുകളോ മതിൽക്കെട്ടുകളോ ഒന്നുമില്ല.
വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവ ഇനത്തിൽപ്പെട്ട അറേബ്യൻ പുള്ളിപ്പുലികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ പർവ്വതനിരകൾ. അവയെ നേരിൽ കാണുക എന്നത് തികച്ചും അപൂർവമായ കാര്യമാണ്. ഇടയ്ക്ക് ഇവിടെയുള്ള വാർത്തകളിൽ കാണാറുണ്ട്. സലാല എന്ന് കേൾക്കുമ്പോൾ മിക്കവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മഞ്ഞു മൂടിയ പച്ചപ്പുള്ള മലനിരകളായിരിക്കും. എന്നാൽ കിഴക്കൻ മേഖലയിലേക്കുള്ള യാത്ര ധോഫാറിന്റെ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു മുഖമാണ് നമുക്ക് കാട്ടിത്തരുന്നത്. കുത്തനെയുള്ള മലനിരകളും പുരാതനമായ ഭൂപ്രകൃതിയും ഒപ്പം പ്രകൃതി ഒളിച്ചു വച്ചിരിക്കുന്ന ചില അത്ഭുതങ്ങളും നിറഞ്ഞ വേറിട്ട ഒരു മുഖം. ധാക്ക കാസിൽ ഒഴികെ ഈ വീഡിയോയിൽ നമ്മൾ കണ്ട മറ്റു സ്ഥലങ്ങൾക്കൊന്നും തന്നെ യാതൊരുവിധ പ്രവേശന ഫീസും നൽകേണ്ടതില്ല എന്നതാണ് സലാലയിലെ ഏറ്റവും വലിയ പ്രത്യേകത.